പ്രൈസ് ദി ലോർഡ്. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനശക്തി ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വചനഭാഗം കൊറിന്ത്യർക്കുള്ള 1-ാം ലേഖനം, അതിലെ 12-ാം അധ്യായം 3-ാം വാക്യത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: യേശു കർത്താവാണെന്ന് ഏറ്റുപറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശു കർത്താവാണെന്ന് ഏറ്റുപറയാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. ഒരു ക്രിസ്ത്യാനിയായിരിക്കാൻ, സുവിശേഷമനുസരിച്ച് ജീവിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം അപ്പസ്തോലന്മാർ പരിശുദ്ധ അമ്മയുമായി ചേർന്ന് സ്വർഗത്തിൻ്റെ ശക്തി ധരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന നാളുകൾ. അവരോട് ചേർന്ന് നാമും പന്തക്കുസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങുകയാണ്. സ്വർഗത്തിൻ്റെ ശക്തി നമ്മളിൽ വീണ്ടും ജ്വലിക്കാൻ, നാം സ്വീകരിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ ആളിക്കത്താൻ വേണ്ടി, ഒരു പുതിയ തീയായി മാറാൻ വേണ്ടി നാമും പ്രാർത്ഥിച്ച് ഒരുങ്ങുകയാണ്. പന്തക്കുസ്തായ്ക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാരുടെ അവസ്ഥ എന്തായിരുന്നു? അവർ യേശുവിൻ്റെ കൂടെ നടന്ന് സുവിശേഷം കേട്ടവരാണ്. എന്നാൽ സുവിശേഷം അനുസരിച്ച് ജീവിക്കാനോ, യേശുവിനെ പ്രഘോഷിക്കാനോ, യേശുവിനെ സാക്ഷ്യപ്പെടുത്താനോ അവർക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച അപ്പസ്തോലന്മാർ സുവിശേഷം അനുസരിച്ച് ജീവിക്കാനുള്ള കൃപ കൊണ്ട് നിറഞ്ഞു. യേശു പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ യേശുവിനെക്കുറിച്ചുള്ള ജ്ഞാനത്താൽ അവർ നിറഞ്ഞു. അങ്ങനെ നിറഞ്ഞ അപ്പസ്തോലന്മാർ ഒരു പേടിയും കൂടാതെ സുവിശേഷം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. അവർ മരണത്തെ വരെ ആശ്ലേഷിക്കാൻ ധൈര്യത്താൽ നിറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കും പ്രാർത്ഥിക്കാം, പന്തക്കുസ്തയ്ക്കായി ഒരുങ്ങാം. സ്വർഗത്തിൻ്റെ ശക്തി ധരിക്കാൻ വേണ്ടി നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. യേശുവിൻ്റെ കൃപ നമ്മളിൽ നിറയാൻ വേണ്ടി, യേശു നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ, സുവിശേഷം, വചനം അനുസരിച്ച് ജീവിക്കാനുള്ള പ്രത്യേക കൃപ, ശക്തി, അതുകൂടാതെ യേശുവിനെ ഏത് സാഹചര്യത്തിലും യേശുവിനെ പ്രഘോഷിക്കാനുള്ള ധൈര്യം, അപ്പസ്തോലന്മാരുടെ ധൈര്യവും കൃപയും നമ്മളിൽ നിറയുന്നതിന് വേണ്ടി, സ്വർഗത്തിൻ്റെ ഈ തീ നമ്മളിൽ ആളിക്കത്താൻ വേണ്ടി നമുക്കും പരിശുദ്ധ അമ്മയോട് ചേർന്ന് പന്തക്കുസ്ത തിരുനാളിനായി ഒരുങ്ങാം. അതിനായി ദൈവം നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ, വചനശക്തിയാൽ നിറയട്ടെ. ആമേൻ.